ജയ ശ്രീരാം വിളിക്കേണ്ടത് നാടിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെ പേരിലാണോ? നാട്ടിലേക്ക് ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് വന്നവരാണ്. ശരിക്കും ഈ ഒരു സമയത്ത് പറയണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇത് പറയാതെ പോയാ പിന്നെ നമുക്ക് സമൂഹത്തോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത് അല്ലെ? ഇന്നലെ ഞങ്ങൾ ദുബായിൽ നിന്ന് വന്നിട്ട് ഫ്ലൈറ്റ് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഞാൻ 18 കൊല്ലമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. വിമാനത്തില്, അതിൽ എയർ ഇന്ത്യയിലും പല ഫ്ലൈറ്റിലും യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും രസമായിട്ട് തോന്നിയത് എയർ ഹോസ്റ്റസ് എല്ലാം കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ജയ ശ്രീരാം. അതില് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങളിത് എന്താ ഈ പറയുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ജയ ശ്രീരാം വിളിക്കുകയാണ്, ഒരു എയർ ഹോസ്റ്റസ് വിളിക്കുക. ഇന്നലെ ട്രാവൽ ചെയ്തിട്ടുള്ള നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX346 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിലാണ് അവർ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ബഹുസ്വര കേരളത്തിൽ അവർ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ കേരളത്തിൽ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോയി എന്നുള്ളതാ. ഇല്ലേ, അവരോട് ഞങ്ങൾ ചോദ്യം ചോദിച്ചു, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ് വിളിക്കാനാ പറയുന്നത്, ജയ് ശ്രീരാം ഇവിടെ വിളിക്കേണ്ട ആവശ്യമല്ല. ഇല്ലേ, അത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ആസ് ഫോർ ഇൻസ്ട്രക്ഷൻ, അവർക്ക് കിട്ടിയുള്ള നിർദ്ദേശപ്രകാരമാണ് അവർ ചെയ്യുന്നുള്ളത്. അത് കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമുദായത്തിന്റെ ഒറ്റുകാരായിട്ടുള്ള ആളുകൾ. ഇല്ലേ, ശിഹാബ് ചോറ്റൂരെ ഒരു കാര്യം പറയേണ്ടത്, നിന്നെ കുറിച്ചൊക്കെ നീയൊക്കെ യൂട്യൂബ് വരുമാനത്തിന്റെ മാർഗമായിട്ടൊക്കെ ഹജ്ജിന് പോകുമ്പോൾ നമുക്കറിയാം, നമ്മളെ പുണ്യമായിട്ടുള്ള ജീവിതത്തിലെ സ്വപ്നമായിട്ടുള്ള ആ ഹജ്ജ് വരെ നീ എന്ത് ചെയ്ത് യൂട്യൂബിലെ വരുമാനത്തിന് വേണ്ടിയിട്ട് വന്നപ്പോഴൊക്കെ ഞങ്ങൾ മിണ്ടാതിരുന്നത്. അതെന്തായിക്കോട്ടെ, നീയും നിന്റെ നഫ്സിനറിയാം യാഥാർത്ഥ്യം. ലൈക്ക് കിട്ടിയതിന് വലിയ സംഭവമായിട്ട് നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളോട് പറയാറുള്ളത്, നമുക്ക് എന്താ പറയാ, എല്ലാവരും വേണം. ഇല്ലേ, നമുക്കറിയാം 500 വർഷം മുസ്ലിം സഹോദരങ്ങള് 500 വർഷം സുജൂദ് ചെയ്തിട്ടുള്ള ബാബരി തകർത്തുകൊണ്ടല്ല, ഒരു വർഗീയ വിഷം ഉള്ളിൽ പേറിയിട്ടുള്ള ആളുകൾ മാത്രമാണ് രാമക്ഷേത്രത്തെ എനിക്കൂടെ പിന്താങ്ങുന്നത്. ഇല്ലേ, അതിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ രാമന്റെ പ്രീതി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സ്വന്തം മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചുക. ശ്രീരാം വിളിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരും ആഹ്വാനം ചെയ്യുമ്പോ പള്ളി അമ്പലം പൊളിച്ചിട്ട് ഒരു അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് പോലും ഒരു പിടി മണ്ണ് പോലും വാരി എടുക്കരുത് എന്നാണ് ഓരോ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കളും പഠിപ്പിച്ചത്. പക്ഷെ ഇത്തരം ചെറ്റത്തരങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ വായും കണ്ണും മൂക്കും മൂടിക്കെട്ടിയ അവസാനത്തെ തലമുറയിലെ കണ്ണികളൊന്നുമല്ല. എടാ ശിഹാബ് ചോറ്റൂര, നിന്നെ പോലുള്ളവരെ ഒറ്റുകാരൻ, സമുദായത്തിന്റെ ഒറ്റുകാരൻ എന്നല്ലാതെ അപ്പുറത്തേക്ക് വേറൊരു വാക്ക് നിന്നെ കുറിച്ച് ചിത്രീകരിക്കാല്ല. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ നാട്ടില് ഒരു പള്ളിയും പൊളിയരുത്, ഒരു അമ്പലവും പൊളിയരുത്, ഒരു ചർച്ചും പൊളിയരുത്. നമുക്കെല്ലാം വേണം, സമാധാനം വേണം. നമ്മളെ ചുറ്റുപാട് നമ്മളെ ചെറുപ്പകാലത്ത് കേട്ടുപഠിച്ചത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒന്നാണ്. നമ്മളെല്ലാവരും ഒരു അമ്മയുടെ മക്കളാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഭാരതത്തിലെ ഇത്തരം ചെറ്റത്തരങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ എങ്ങനെ കഴിയും? ഇനി ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ ജയശ്രീരാം വിളിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ ആലയിൽ കെട്ടാൻ ശ്രമിക്കണ്ട. ഞങ്ങൾ കാശ് കൊടുത്ത്, ഓരോ പ്രവാസിയും പൈസ കൊടുത്തിട്ടാണ് അവൻ ട്രാവൽ ചെയ്യുന്നത്. ജയശ്രീരാം വിളിക്കാൻ പറഞ്ഞ് പഠിപ്പിച്ചാലും അത് വിളിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല.